Hello, welcome to my YouTube channel. എൻ്റെ പേര് ഹന ആൻഡ് ദിസ് ഇസ് മൈ വെരി ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. എൻ്റെ ഫസ്റ്റ് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് അല്ല, ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് ബേബിയാണ്. ബട്ട് ഫസ്റ്റും സെക്കൻഡും തമ്മിൽ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഡെലിവറി നാട്ടിലായിരുന്നു ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഹിയർ ഇൻ ദ UK. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ ബാഗ് പാക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇതേപോലെ കുറേ വീഡിയോസ് റെഫർ ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പറഞ്ഞ് കേട്ടിട്ട് അവർക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ്, എനിക്കും യൂസ്ഫുൾ ആവും തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ലെങ്കിൽ 2 days ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഒരു കൂടി വന്നാൽ ഒരു 4 day അത്രേ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ഇത് വെച്ചിട്ട് നമ്മളെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഒരു 6 to 24 hours കഴിഞ്ഞിട്ട് നമ്മളെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഞാനൊരു 2 daysന് വേണ്ടിയിട്ടുള്ള ബാഗും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് പാക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വേണ്ടത് ഒരു ചെക്ക് ലിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ബുക്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 segment ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ ഇറങ്ങാൻ എന്തെങ്കിലും എമർജൻസി വന്ന് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ട്, ബേബീൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ട്. അങ്ങനെ ഞാൻ 2 ബാഗായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഒരു ബാഗ് എനിക്കും ഒരു ഡയപ്പർ ബാഗ് ബേബിക്കും, അത്രയും 2 ബാഗിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് വേണ്ട സാധനങ്ങളാണ്. അതായത് മെറ്റേണിറ്റി ഫയൽ, ഇവിടെ നമ്മുടെ മെറ്റേണിറ്റി ഫയൽ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല. മെറ്റേണിറ്റി ഫയൽ എടുക്കാൻ മറക്കരുത്. പിന്നെ ചാർജർ വേണം. പിന്നെ എൻ്റെ ഈ 2 ബാഗ്, എൻ്റെ ബാഗും പിന്നെ ബേബീൻ്റെ ബാഗും, പിന്നെ വാട്ടർ ബോട്ടിൽ. ഇത്രയും സാധനങ്ങളാണ് ഇറങ്ങുമ്പോൾ കയ്യിൽ വേണ്ട സാധനങ്ങൾ. പിന്നെ എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതിൻ്റെ ലിസ്റ്റ്, ബേബീൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മെറ്റേണിറ്റി പാഡാണ്. ഇതൊരു 10 പാഡുള്ള ഒരു പാക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അഡൾട്ട് ഡയപ്പേഴ്സാണ്. ഇതാണ് ഞാൻ ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതും ഇതേപോലത്തതായിരിക്കും കൂടുതൽ യൂസ്ഫുൾ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ 12 ഉള്ള ഇതേപോലത്തെ ഒരു പാക്കും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കൂളിംഗ് പാഡ്സ് ആണ്. ഇത് ഇപ്പോൾ ഇൻ കേസ് നോർമൽ ഡെലിവറി ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്ക് അടിയിൽ സ്റ്റിച്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റിച്ചസിന് ഒരു കോൾഡ് കംപ്രസ് കൊടുക്കുന്ന പോലെ നമ്മുടെ അണ്ടർഗാർമെൻറ്റിൽ വെക്കാനുള്ള കൂൾ പാഡ്സ് ആണിത്. ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ലിക്വിഡ് വരും. അത് കൂളായിട്ട് നമുക്ക് അവിടെ ഒരു 20 minutes 30 minutes വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു റിലീഫ് ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ സ്റ്റിച്ചസിന് ഒരു റിലീഫിന് വേണ്ടിയിട്ടുള്ള കൂൾ പാഡ്സ് ആണിത്. ഇത് ഇവിടെ ഓൺലൈനിലും കിട്ടും. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള ഇവിടുത്തെ ബൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറിൽ നിന്നാണ്. സോ ഇത് യൂസ്ഫുൾ ആണെന്ന് കുറേ പേര് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ടോയ്ലറ്ററീസ് ആണ്. അപ്പോൾ ഒരു ടോയ്ലറ്ററി ബാഗ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു ടോയ്ലറ്ററി ബാഗ്. അതിനകത്ത് 2 ബാഗായിട്ട് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വാഷ്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ ഇത് നമുക്ക് അല്ലാണ്ട് വേണ്ടി വരുന്ന സാധനങ്ങൾ, നമ്മുടെ മോയ്സ്ചറൈസർ, ഹാൻഡ് ക്രീം, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഞാൻ നമ്മുടെ വാഷ്റൂമിലേക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഒരു ബ്രഷ്, 2 ബ്രഷ്. നമ്മുടെ പാർട്ട്ണറിന് കൂടെ ആരാന്ന് വെച്ച് നമ്മുടെ ബൈസ്റ്റാൻഡറിന് നമുക്ക് കൂടെ നിർത്താം. അപ്പോൾ ബൈസ്റ്റാൻഡറിനും കൂടി വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രഷും ഒരു പേസ്റ്റും, പിന്നെ ഒരു ട്രാവൽ സൈസ് ബോട്ടിലിൽ ഒരു ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്, ഒരു ഷവർ ജെല്ലും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വാഷ്റൂമിലേക്ക് വേണ്ടത്. ആൻഡ് ദെൻ
ഇത് അല്ലാണ്ട് നമുക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ കുറച്ച് ടിഷ്യൂ, പിന്നെ പിന്നെ ക്ലിപ്പ്, ഹെയർ ടൈസ്, ഒരു കോമ്പ്, പിന്നെ ഒരു ഡിയോഡ്രൻറ്റ്, പിന്നെ ഒരു ഹാൻഡ് ക്രീം, പിന്നെ ലിപ് ബാം, പിന്നെ ഒരു ബോഡി മോയ്സ്ചറൈസർ, പിന്നെ വേറൊരു മോയ്സ്ചറൈസർ, പിന്നെ ഇത് നിപ്പിൾ ബാം ആണ്. ഫസ്റ്റ് ടൈം അല്ല, ഇത് ത്രൂ ഔട്ട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്കറിയാം ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്, നിപ്പിൾ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ക്രാക്സ് ഒക്കെ. അപ്പോൾ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രീമാണ്. ഇതാണ് ഈ ലാൻസിനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഇവിടുത്തെ മിഡ് വൈഫൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന നല്ലൊരു ബ്രാൻഡ്. സോ അത് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ലിപ് ബാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ എപ്പിഡ്യൂറിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇവിടെ ഗ്യാസ് ആൻഡ് എയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാസ് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ തരും. അതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ആവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാസ്ലിൻ എന്തായാലും കയ്യിലുണ്ടാവണം. സോ അതാണ് എൻ്റെ ടോയ്ലറ്ററി ബാഗിലുള്ളത്. പിന്നെ നമുക്ക് ടോയ്ലറ്റിലേക്ക് വേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ നാട്ടിൽ ഫെമിലിയർ ആയിരിക്കില്ല. ഇതിന് പെരി ബോട്ടിൽ എന്ന് പറയും. ഇവിടെ പൊതുവെ ടിഷ്യൂസ് ആൻഡ് വൈപ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ സ്റ്റിച്ചസ് ഒക്കെ വാഷ് ചെയ്യാൻ, അവിടെ ഡൗൺ ദെയർ വാഷ് ചെയ്യാൻ നമുക്ക് ഇതേപോലത്തെ ഇതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ ഹാൻഡ് ഷവറൊക്കെ പോലെ സ്ക്വീസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കൂടി വെള്ളം വരും. അപ്പോൾ നമുക്ക് അവിടെ ക്ലീൻ ചെയ്ത് വാം വാട്ടറൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് പെരി ബോട്ടിൽ. ഇത് നമുക്ക് ആമസോണിൽ നിന്നും സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. സോ പിന്നെ വേണ്ടത് ബ്രസ്റ്റ് പാഡ്സ് ആണ്. ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ ഈ ഫുൾ ഹോൾ പാക്ക് എടുക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലി റാപ്ഡ് ആയിട്ട് കുറച്ച് ഇത് വരും. അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ഒരു 2 പെയർ എടുക്കണുള്ളൂ. കാരണം ആദ്യം തന്നെ നമുക്ക് അങ്ങനെ ലീക്കേജോ അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഒന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ പാക്ക് എടുത്തോ. പക്ഷേ എനിക്ക് അങ്ങനെ ആദ്യം തന്നെ ലീക്കേജസ് വരാനുള്ള ചാൻസസ് കുറവാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 2 പെയർ എടുക്കണുള്ളൂ. അത് ഞാൻ എൻ്റെ ഈ ടോയ്ലറ്ററി ബാഗിലേക്ക് വെക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 പെയർ സോക്സ് ആണ്. ഇങ്ങനത്തെ നല്ല ഫ്ലഫി കോസി സോക്സ് ആണെങ്കിൽ നല്ല കാര്യം. കാരണം ഇവിടെ ഇപ്പോൾ തണുപ്പാണ്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യാം. കാരണം നമുക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല തണുപ്പായിരുന്നു ഡെലിവറിക്ക് ശേഷം. സോ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് സോക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് വെക്കാൻ. അപ്പോൾ ഞാൻ 2 പെയർ സോക്സും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. ഫീഡിങ് ബ്രാൻഡ് നമ്മുടെ പാൻറ്റീസ് എടുക്കുമ്പോൾ ഒരു 2 സൈസ് മേലേക്ക് എടുക്കാൻ വേണ്ടി നോക്കണം. കാരണം നമുക്ക് മെറ്റർണിറ്റി പാഡ് വെക്കാനുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് ഹ്യൂജ് പാഡാണ്. അപ്പോൾ ഇതുപോലത്തെ ഇതുണ്ടെങ്കിൽ, ഡാർക്ക് കളർ പാൻറ്റീസ് ഉണ്ടെങ്കിൽ വെരി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു എക്സ്ട്രാ ലാർജ് വൈപ്പാണ്. ഇത് ആക്ച്വലി ബേബി വൈപ്പാണ്. പക്ഷേ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇൻ കേസ് ഒന്ന് ഫ്രഷൻ അപ്പ് ആവണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ദിസ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത്, ഇതും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം എന്ന് തോന്നിയൊരു കാര്യമാണ്. ഇത് മെറ്റർണിറ്റി ബെൽറ്റ് ആണ്. ഇത് നാട്ടിൽ അവർ ഡെലിവറി കഴിഞ്ഞ് ഉടനെ യൂസ് ചെയ്യാൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഞാൻ യൂസ് ചെയ്യാൻ എടുത്തു വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ നമുക്ക് അവിടെ ഇത്രയും നാൾ അവിടെ ഭയങ്കര ഫുള്ളായിട്ട് ഇരുന്ന് വെച്ചൊരു സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നുള്ള ആ ബേബി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് അവിടെ ഭയങ്കര ഇങ്ങനെ ലൂസായിട്ട് തൂങ്ങിക്കിടക്കുന്നതും
പിന്നെ നമുക്ക് കിടക്കുമ്പോഴൊക്കെ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭയങ്കര ടൈറ്റ് ആയിട്ട് വെക്കണം എന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ടക്കിൻ ചെയ്ത് എല്ലാം ഒന്ന് ടക്കിൻ ചെയ്ത് വെക്കാൻ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തോന്നിയായിരുന്നു. ഭയങ്കര ഡിസ്കംഫർട്ടാണ് നമുക്കിങ്ങനെ തൂങ്ങി കിടക്കുമ്പോഴത്തേക്കും. കാരണം ഇത്രയും നാൾ നല്ല ഫേം ആയിട്ടിരുന്ന ബെല്ലി പെട്ടെന്ന് ലൂസ് ആവുകയാണ്. അപ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ഒരു ബെൽറ്റ് ജസ്റ്റ് ഒന്ന് ബൈൻഡ് ചെയ്ത് വെക്കാൻ ഒരു ബെൽറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കംഫർട്ടബിൾ ആയിരിക്കും. സോ ഞാൻ അത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ എടുത്തു വെച്ചാൽ മതി. പക്ഷേ എനിക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഹെഡ്ഫോൺ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എയർപോഡ്സ് എടുത്തു വെക്കാം. പക്ഷേ എയർപോഡ്സ് ഞാൻ ഇത്തിരി ക്ലംസിയാണ്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു വലിയ എയർപോഡ്സ് ആണെങ്കിൽ ഇതെനിക്ക് സേഫായിട്ട് എപ്പോഴും എടുത്ത് വെക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ലേബർ എല്ലാവർക്കും അറിയാം, കുറച്ച് ലോങ് പ്രൊസീജിയറാണ്, നല്ല ടൈം കൺസ്യൂമിങ് ആണ്, ബോറിങ് ആണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പാട്ട് കേൾക്കണമെങ്കിലോ എന്തെങ്കിലും മൂവി കാണണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളെ ഡെലിവറി വാർഡിലേക്കാണ് മാറ്റുന്നത്. ഇത് യൂസ് ചെയ്യാനുള്ള സമയം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനിതെടുത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിപ്പോൾ റിലാക്സ് ചെയ്യണം, പാട്ട് കേൾക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ എയർപോഡ്സ് എടുത്ത് വെക്കാം. ഇല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ക്ലോതിങ് ആണ്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ജസ്റ്റ് 2 ക്ലോത്ത്സ് എടുത്ത് വെച്ചിട്ടുള്ളൂ. ഒന്നൊരു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇട്ടുകൊണ്ട് വരാൻ ഒരു ലൂസ് ഒരു ഗൗണും, അതിന് വേണ്ട ഒരു, ഇവിടെ പൊതുവേ ഇത്തിരി തണുപ്പാണ്, അപ്പോൾ അതിന് വേണ്ട ഒരു ഫ്ലീസ് പാൻറ്റും ലൂസായിട്ടുള്ളതാണെങ്കിൽ അത്രയും നല്ലത്, അതും. പിന്നെ ഞാനൊരു പജാമ സെറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് യൂസ് വരുമെന്ന് എനിക്കറിയില്ല, കാരണം അവിടെ നമുക്ക് അവിടുത്തെ ഹോസ്പിറ്റൽ ഗൗൺ കിട്ടും. പിന്നെ ഇത് നമുക്ക് ഇനി കംഫി ആവണം എന്ന് തോന്നുകയാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചൊരു പജാമ സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പജാമ സെറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബൈസ്റ്റാൻഡറിന് വേണ്ടിയിട്ടുള്ള ഒരു പെയർ ഓഫ് ക്ലോത്തും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടിലത്തെ പോലെയല്ല ഇവിടെ. നമ്മുടെ ഡെലിവറി സമയത്തും ഇനി ഇൻ കേസ് സി സെക്ഷൻ ആണെങ്കിലും നമുക്ക് ബൈസ്റ്റാൻഡറിനെ ഫുൾ ടൈം നമ്മുടെ കൂടെ നിർത്താം. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആവണം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെയർ ഓഫ് അവരുടെ ഡ്രസ്സും എടുത്തു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. നമുക്കിനി ബേബി ബാഗിൽ എന്തൊക്കെ എടുത്ത് വെക്കണം എന്ന് നോക്കാം. സോ ഞാൻ ഇങ്ങനത്തെ ഒരു ഡയപ്പർ ബാഗാണ് ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു സാധാ ഒരു ഡയപ്പർ ബാഗ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു ബാഗാണ്. സോ ബേബീൻ്റെ ഡയപ്പർ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം. നമുക്കും ബേബിക്കും വേണ്ട സാധനങ്ങൾ നമ്മൾ തന്നെ കൊണ്ടുപോകണം. ഹോസ്പിറ്റലൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നത് ബേബീൻ്റെ ഒരു പാക്കറ്റ് ഓഫ് പാമ്പേഴ്സ്. ഇതിനകത്ത് 22 ഉണ്ടാവും. അപ്പോൾ ഇത് മതിയാവും. ഇനി ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വാങ്ങാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാക്കറ്റ് പാമ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാം ഇതേപോലെ ഒരു ബാഗിലാക്കി ലേബൽ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗോൺ ബി ഈസിയർ. കാരണം ഇത് ബാഗ് പാക്ക് ചെയ്ത് നമ്മളാണ്, പക്ഷെ നമ്മുടെ ബൈസ്റ്റാൻഡർ ആയിരിക്കും അല്ലെങ്കിൽ മിഡ് വൈഫ് ആയിരിക്കും നമുക്കിതൊക്കെ എടുത്തു തരുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഓരോ ബാഗിൽ ലേബൽ ചെയ്തിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ബേബീൻ്റെ ലേബർ റൂം ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ വെരി ഫസ്റ്റ് ഔട്ട്ഫിറ്റാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെല്ലുലാർ ബ്ലാങ്കറ്റ്, അത് ഇവിടെയുള്ള മിഡ് വൈഫ് റെക്കമെൻഡ് ചെയ്യുന്ന ബ്ലാങ്കറ്റാണ്. കാരണം സെല്ലുലാർ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇതേപോലത്തെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതേപോലത്തെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇത് അവരുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ ഇതേപോലത്തെ ബ്ലാങ്കറ്റാണ് ബെസ്റ്റ് എന്നാണ് ഇവർ പറയുന്നത്. സോ അതേപോലത്തെ ഒരു സെല്ലുലാർ ബ്ലാങ്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്പ്,
പിന്നെ ഇതായിരിക്കും ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. ഒരു സ്ലീപ്പ് സ്യൂട്ടും ഫുള്ളി കവേർഡ് ആയിട്ടുള്ള സ്ലീപ്പ് സ്യൂട്ടും ഒരു വെസ്റ്റും, ഒരു ഫുൾ സ്ലീവ് വെസ്റ്റും ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഗോണ ബി ദ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഇൻഷാല്ലാ. ഞാൻ ഇങ്ങനത്തെ ബാഗിൽ പാക്ക് ചെയ്യുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഇറ്റ്സ് ഗോണ ബി റിയലി ഹെൽപ്ഫുൾ. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാണെങ്കിലും ബാഗിൽ ഫുള്ള് സാധനങ്ങൾ പുറത്തെടുത്തിട്ട് ഇത് തപ്പേണ്ട കാര്യമില്ല. അവർക്ക് ഈ ബാഗ് എന്ന് പറയുമ്പോൾ അവർക്ക് നോക്കിയിട്ട് നമുക്കിത് ഈസി ആയിട്ട് എടുത്തു തരാം. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട്, ബേബീൻ്റെ കമ്മിങ് ഹോം ഔട്ട്ഫിറ്റ് ആണ്. ഇതിനകത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ക്യാപ്പ്, പിന്നെ മിറ്റൻസ്, അത് യൂസ് ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ഇതേപോലത്തെ ഒരു വെസ്റ്റും പിന്നെ ഒരു സ്ലീപ്പ് സ്യൂട്ടും. ഈ വെസ്റ്റിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ബിഗ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇത് ഹോം കമ്മിങ് ഔട്ട്ഫിറ്റായിട്ട് എടുത്ത് വെച്ചു. ഇതെല്ലാം വാഷ് ചെയ്ത് ഡെറ്റോളിട്ട് എല്ലാം ക്ലീൻ ആക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഫ്ലീസിൻ്റെ ഒരു സ്നോ സ്യൂട്ടെന്നോ പ്രാം സ്യൂട്ടെന്നൊക്കെ ഇവിടെ പറയുന്ന ഒരു സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബേബിക്ക് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫ്ലീസ് ഉള്ളപ്പോൾ ഇറ്റ്സ് ഗോണ ബി റിയലി കോസി ഫോർ ദ ബേബി. അപ്പോൾ അതേപോലത്തെ ഒരു ഫ്ലീസിൻ്റെ ഒരു ഡ്രസ്സും ഒരു സ്ലീപ്പ് സ്യൂട്ടും എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് എക്സ്ട്രാ പെയർ ഓഫ് ക്ലോത്ത്സ് ആണ്. ഇത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്കറിയാം എപ്പോഴും ബേബീസിന് എപ്പോഴും നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ എക്സ്ട്രാ കുറച്ച് ഡ്രസ്സ് ഞാൻ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ടു മോ ക്യാപ്സ് ഉണ്ട്, പിന്നെ മിറ്റൻസ് ഉണ്ട്, പിന്നെ കുറച്ച് സോക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ലീപ്പ് സ്യൂട്ട്സ് എല്ലാം ഇൻറ്റിഗ്രേറ്റഡ് സോക്സും മിറ്റൻസും ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇൻ കേസ് എടുത്ത് വെച്ചിട്ടുള്ളൂ, ഒരു 2 പേര്. പിന്നെ ഉള്ളത് ഇതേപോലത്തെ കുറച്ച് വെസ്റ്റാണ്, സ്ലീപ്പ് സ്യൂട്ടിൻ്റെ ഉള്ളിലിടാനുള്ള ഇങ്ങനത്തെ ഫുൾ സ്ലീവ് തന്നെ കുറച്ച് വെസ്റ്റാണ്. ഫുൾ സ്ലീവും ഹാഫ് സ്ലീവും ഉള്ള 2 സൈസിൽ ഞാൻ ആക്ച്വലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ന്യൂ ബോൺ സൈസാണ്. അത് നോക്കിയാൽ കാണാൻ കുറച്ച് ചെറുതാണ്. ന്യൂ ബോൺ സൈസും ഫസ്റ്റ് സൈസും എടുത്തിട്ടുണ്ട്. നമുക്കറിയില്ല ബേബി ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ 2 സൈസിലുള്ള വെസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു 4 എണ്ണം അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സ്ലീപ്പ് സ്യൂട്ടാണ്. ഒരു 3 പെയർ ഓഫ് സ്ലീപ്പ് സ്യൂട്ടും എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഫുള്ളായിട്ട് തന്നെ സ്ലീപ്പ് സ്യൂട്ട്സും എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അയണൊക്കെ ചെയ്ത് വെച്ചത്. എന്തിനാണ് അയൺ ചെയ്ത് വെച്ചത് എനിക്കറിയില്ല. ഇതെല്ലാം ഇപ്പോൾ ചുളുങ്ങി കൂടിയിരിപ്പുണ്ട്. നോ വറീസ്. അപ്പോൾ എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് വെക്കുക. ഡെറ്റോളിട്ട് വാഷ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബിബ്, കുറച്ചല്ല, ഒരു 2 ബിബ് മതിയാവും. ഇത് 2 ബിബ്. ഇത് ടോമി ടിപ്പി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ബ്രാൻഡിൻ്റെ ബിബാണ്. ഇത് ആക്ച്വലി ഇത് കണ്ടോ, കോളറിൽ കൊച്ചിന് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് നമുക്ക് കുറച്ച് യൂസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇത് വെറ്റായി പോവില്ല. അറിയാലോ, ഫസ്റ്റ് ടൈം അവർക്ക് പാൽ കുടിക്കുമ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരുടെ വായിൽ നിന്നൊക്കെ സ്പില്ലാവുമ്പോഴത്തേക്കും ഇത് ക്യാച്ച് ചെയ്തോളും. ഇതങ്ങനെ പെട്ടെന്ന് സോക്ക് ആവൂല. ഇത് നല്ല, എനിക്ക് തോന്നുന്നു 3-4 ലെയർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാനും ഈ ബ്രാൻഡ് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. സോ അതിൻ്റെ 2 ബിബ് ഉണ്ട്. ഇത് ഇറ്റ്സ് ഗോണ ബി റിയലി യൂസ്ഫുൾ. കാരണം എപ്പോഴും നമുക്ക് അവരുടെ ഡ്രസ്സ് മാറ്റുന്നതിന് പകരം ഈ ബിബ് മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2-3 മസ്ലിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്.
ഒരു 3 ഞാൻ എടുത്തിട്ടുണ്ട്. സോ മസ്ലിൻ ക്ലോത്ത് അറിയാലോ, നമുക്ക് സ്വാഡിൽ ചെയ്യണമെങ്കിൽ സ്വാഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ വൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫീഡ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മസ്ലിൻ ക്ലോത്ത്സ് എടുത്തിട്ടുണ്ട്. മസ്ലിൻ ക്ലോത്ത് നിന്ന് ബർപ്പ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. മസ്ലിൻ ക്ലോത്ത് എന്ന് പറയും, ബർപ്പിംഗ് ക്ലോത്ത് എന്നൊക്കെ പറയുന്ന കുറച്ച് പീസ് ഓഫ് ക്ലോത്ത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു എക്സ്ട്രാ ബ്ലാങ്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടൊരു ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഉള്ളിൽ വെച്ച് കവർ ചെയ്യാനാണെങ്കിലും ബ്ലാങ്കറ്റ് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് സ്വാഡിൽ എന്ന് പറയും. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ബേബീനെയൊക്കെ നല്ലപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് അവരുടെ കൈയൊക്കെ ടക്കിങ് ചെയ്ത് നല്ല ടൈറ്റ് ആക്കിയിട്ട് വെക്കും. അപ്പോൾ അതേപോലെ സ്വാഡിൽ ചെയ്ത് വെക്കാൻ പറ്റിയൊരു ക്ലോത്താണിത്. ഇതിനകത്ത് കണ്ടോ ഇങ്ങനെ വെൽക്രോസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവരെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ അതേപോലത്തെ സ്വാഡിലാണ്. പിന്നെ സ്വാഡിൽസ് വാങ്ങുമ്പോൾ ഇതിൻ്റെ അടിയിൽ സിബ് ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോൾ ബേബി ഉറങ്ങുകയൊക്കെയാണ്, നമുക്ക് അവരുടെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഇത് ഓപ്പൺ ചെയ്യാണ്ട് അടിയിൽ നിന്ന് മാത്രം ഓപ്പൺ ചെയ്ത് നമുക്ക് അവരുടെ ഡയപ്പറൊക്കെ മാറ്റാം. സോ ഐ ഫൗണ്ട് ഇറ്റ് റിയലി യൂസ്ഫുൾ. ഞാൻ ഇതേപോലത്തെ 1-2 നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് 1-2 എടുക്കാം, ഇറ്റ്സ് അപ് ടു യു. ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഡയപ്പർ ചേഞ്ചിങ് ഷീറ്റാണ്, ഒരു വാട്ടർ പ്രൂഫ് ഒരു ഷീറ്റാണ്. ഇത് വേണമെങ്കിൽ എടുത്താൽ മതി. കാരണം ഞാൻ ഇതെടുത്തത് നമ്മൾ കിടക്കുന്ന അവിടെ വെച്ച് കൊച്ചിനെ ചേഞ്ച് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു ഡയപ്പർ ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് ഉണ്ടാവോ, കൊച്ച് യൂറിൻ പാസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അതേപോലൊരു ചേഞ്ചിങ് ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ബേബിക്ക് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതൊരു പാക്കിൽ ഒരു പാക്കറ്റ് ഓഫ് വൈപ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്നത് ബേബിക്ക് കോട്ടൺ വൂൾ ആൻഡ് വാട്ടർ യൂസ് ചെയ്യാനാണ്. പക്ഷെ നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് അതെന്തോരം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. സോ ഞാനൊരു വാട്ടർ വൈപ്പാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് 99% വാട്ടറും ഒരു ലൈറ്റ് ലോഷനും ഉള്ള ഒരു വൈപ്പാണ്. പിന്നെ ഒരു ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ ടോയ്ലറ്ററി ബാഗിലേക്ക് ഞാൻ വെക്കും. പിന്നെ ഇത് വിറ്റമിൻ ഡി ഡ്രോപ്സ് ആണ്. ഇവിടെയുള്ള ബേബീസിന് പൊതുവെ വിറ്റമിൻ ഡി ഡ്രോപ്സ് കൊടുക്കാറുണ്ട്. സോ ഇത് ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതൊരു നാപ്പി ക്രീം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ ഒരു വലിയ ഇത് വാങ്ങിയത് വേറെ ഇരിപ്പുണ്ട്, പക്ഷേ ഇത് എനിക്കൊരു സാമ്പിൾ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ബാഗിലേക്ക് ഇതേ എടുത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ പാസിഫയറും നിപ്പിൾ ഷീൽഡും ആണ്. അതും ഞാൻ എന്തോരം ഫസ്റ്റ് യൂസ് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷെ ഇതധികം സ്ഥലം എടുക്കില്ല, അത് കാരണം ഞാൻ ഇതും വെച്ചിട്ടുണ്ട്. പാസിഫയർ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും, നിപ്പിൾ ഷീൽഡ് യൂസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു കുഞ്ഞി നെയിൽ കട്ടറും ബേബിക്ക്. ഇത്രയും സാധനങ്ങളാണ് ബേബിക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാക്കാണ്. ഇതിനകത്ത് ഇങ്ങനെ നെയിമും വെയ്റ്റും ഡേറ്റൊക്കെ ഉള്ള ഒരു പ്ലാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊരു പ്ലാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതാണ് ഫീഡിങ് പില്ലോ. ഇത് എമർജൻസി ആയിട്ട് പോകുന്ന സമയത്ത് ഞാനിത് കൊണ്ടുപോകുന്നു തോന്നുന്നില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാറിൽ വെക്കാം, എന്നിട്ട് അപ്പോൾ വേണമെങ്കിൽ എടുക്കാം. അല്ലെ ഹസ്ബൻഡ് പിന്നെ പോയിട്ട് വരുമ്പോൾ വേണമെങ്കിൽ എടുക്കാം. ഞാനിത് എടുത്ത് വെക്കാൻ കാരണം നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ടയേർഡായിരിക്കും. പിന്നെ നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ബാക്ക് ഏക്ക് അങ്ങനത്തെ ഇരിക്കുമ്പോഴത്തേക്കും ടെയിൽ ബോൺ പെയിന്, ബാക്ക് ഏക്ക് എല്ലാം ഉണ്ടാവും. സോ നമ്മുടെ പോസ്റ്ററും കൂടി ശരിയല്ലെങ്കിൽ അതൊന്നും കൂടി വേഴ്സ് ആവും. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഫീഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സപ്പോർട്ട് ഉണ്ടാവും. നമുക്കിങ്ങനെ ലീൻ ചെയ്യേണ്ടി വരില്ല. നമ്മുടെ പോസ്റ്റർ കറക്റ്റായിട്ടിരുന്ന്
നമുക്ക് ഫീഡ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈ എപ്പോഴും ഇങ്ങനെ വെച്ച്, ബേബിക്ക് വെയിറ്റ് ഒന്നുമില്ല, പക്ഷേ നമ്മൾ നല്ല ടയേർഡായിരിക്കും. അപ്പം നമുക്ക് കുറേ നേരം ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കൈയൊക്കെ വേദന എടുക്കും. സോ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും, നമ്മൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീഡിങ് പില്ലോ എടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ ഡിസ്ചാർജ് ചെയ്യാൻ സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് കാർ സീറ്റ് ഇല്ലാണ്ട് അവർ ബേബീനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് തരില്ല. സോ നമുക്ക് വീട്ടിലേക്ക് നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രാം കൊണ്ടുപോയാൽ മതി. പക്ഷെ നമുക്ക് കാറിൽ വരണം എന്നുണ്ടെങ്കിൽ കാർ സീറ്റ് ഇല്ലാണ്ട് ഇവിടെ ബേബീനെ കൊണ്ട് ട്രാവൽ ചെയ്യാനും പറ്റില്ല. ഇവിടെ 4 years വരെ എന്തോ കാർ സീറ്റിൽ അല്ലാണ്ട് പിള്ളേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സോ ബേബിക്കും കാർ സീറ്റ് ഇല്ലാണ്ട് അവർ ഡിസ്ചാർജ് ചെയ്യില്ല. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇത് എമർജൻസി ആയിട്ട് പോകുമ്പോൾ കൊണ്ടുപോകണം എന്നില്ല. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി. പക്ഷേ ഇതും നമുക്ക് വേണ്ട സാധനമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ ഉള്ള സാധനങ്ങൾ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കുറേ ആയിട്ട് തോന്നാം, പക്ഷേ നമുക്ക് അവിടെ 2 days സ്റ്റേ ഉണ്ടാവും. നമുക്ക് ആ സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലൊന്നും പ്രൊവൈഡ് ചെയ്യില്ല, എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ കൊണ്ടുപോകണം. സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനങ്ങളാണ്. ഇതിലൊന്നും കൂടുതലായിട്ട് ഞാൻ പാക്ക് ചെയ്തിട്ടില്ല. ഇതൊക്കെ നമുക്ക് ആ സമയത്ത് നല്ല യൂസ്ഫുൾ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. സോ അത്രയും മാത്രമേ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ബൈ.